അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ, നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്നത് വരെ ഈമാനും അമലും നിലനിർത്തി കലിമത്ത് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. സാമ്പത്തിക ശുദ്ധി അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അനന്തരാവകാശത്തിൻ്റെ ശരിയായ വിനിയോഗത്തിലൂടെയാണ് സാമ്പത്തിക വിശുദ്ധി ഉണ്ടായിത്തീരുക. അത് പഴച്ചാൽ പിന്നെ പരമ്പരകളായി സാമ്പത്തിക അശുദ്ധി ഉണ്ടാകും. അത് കൃത്യമായി ഓഹരി ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓരോ നാട്ടിലും അതറിയുന്ന ആളുകൾ ഉണ്ടാകൽ നിർബന്ധമാണ്. ആമുഖമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണെന്നും പറയാനുള്ളത്. നിങ്ങൾ പേനയും കടലാസൊക്കെ എടുത്ത് റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ ഒരാൾ മരിച്ചാൽ പല അവകാശികളുണ്ടാകും. ഇപ്പോൾ ലാപ്ടോപ്പ് കാൽക്കുലേറ്ററൊക്കെ എടുത്താൽ പെട്ടെന്ന് കൂട്ടാൻ സുഖമാണ്. 8-1 ഇന്നാക്ക്, പകുതി ഇന്നാക്ക്, ഇത്ര 3-1 ഇന്നാക്ക്, 6-1 ഇന്നയാൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം അവകാശികളെ നമ്മൾ കണ്ടെത്തണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അനന്തരാവകാശികളായിട്ട് വരിക എന്നുള്ളത്. അവകാശികളായിട്ട് വരാത്ത ആളുകൾ ആരൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. ഏതോ ആവട്ടെ. അപ്പോൾ മുമ്പ് കാലത്തെ നടന്നു വരുന്ന രീതിയാണ് ഇങ്ങനെ കുറേ അവകാശികൾ ഉണ്ടാകുമ്പം ഏറ്റവും സുഖമായി സമ്പത്ത് ഓഹരി ചെയ്യാനുള്ള ഒരു മാർഗം അസ്ലുൽ മസ്അല കണ്ടെത്തുക എന്നുള്ളത്. അസ്ലുൽ മസ്അല കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? മഖ്റജുകൾ കണ്ടെത്തണം. അത് ഞാനിങ്ങനെ സാങ്കേതികമായിട്ട് പറയാതെ കിതാബ് അർത്ഥം വെക്കുമ്പോൾ തിരി നിങ്ങൾക്ക്. അപ്പോൾ മഖാരിജുൽ മഖ്ഫൂറൂദ്, ഫർദുകളുടെ മഖ്റജ്, അതിൻ്റെ ഉത്ഭവങ്ങൾ 2ആണ്. അഥവാ മൊത്തം സ്വത്ത് പകുതിയാണെങ്കിൽ അതിന് 2ആയിട്ടാണ് ഓരിയേക്കേണ്ടത്. സലാസത്തും ചിലപ്പോൾ 3ആയിട്ട് ഓരി ചെയ്യേണ്ടി വരും. ഇപ്പോൾ സുലുസൊക്കെയാണ് വരുന്നതെങ്കിൽ 3-1 കൊടുക്കേണ്ട കേസാണെങ്കിൽ 3 ഓരിയേക്കണം. അതാണ് മഖ്റജ്. ഈ ഫർദ് കാരണം അപ്പോൾ 3-1 ഏതിൽ നിന്നുണ്ടാകുന്നത്? 3 ഓഹരി ചെയ്യുമ്പോഴാണല്ലോ ഉണ്ടാകുന്നത്. അതാണ് ഈ പറയുന്നത്. 4 സ്വത്തിന് മൊത്തം 4 ഓരി വെക്കണം. 4-1 കൊടുക്കേണ്ട ഒരാളുണ്ടാകുമ്പോൾ സ്വത്തിന് എന്ത് ചെയ്യണം? മൊത്തം 4ആയിട്ട് ഓരി ചെയ്യണം. അപ്പോൾ 4ആണ് മഖ്റജ്. സിത്ത് 6 ഉണ്ടാകും. 6-1 സമാനിയത്ത് 8-1, 8-1ൻ്റെ മഖ്റജ് 8, ഇസ്ന ആസറ 12 വരും, 24 വരും. ശ്രദ്ധിക്കുക. നമ്മൾ സമ്പത്ത് എല്ലാവർക്കും അവരുടെ വിഹിതം അനുസരിച്ച് ഓരി ചെയ്ത് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ സമ്പത്തിന് ചിലപ്പോൾ 2 ഓരിയാക്കേണ്ടി വരും, ചിലപ്പോൾ 3 ഓരിയാക്കേണ്ടി വരും, ചിലപ്പോൾ 4, ചിലപ്പോൾ 6, ചിലപ്പോൾ 8, ചിലപ്പോൾ 12, 24 വരെ, ചിലപ്പോൾ 27 ആകും, ചിലപ്പോൾ 12, 13, 14, 15 ഒക്കെ ആകും. അത് വേറെ വരുന്നുണ്ട്. അപ്പോൾ 2 ഫർദ് ഒരുമിച്ച് കൂടി എന്ത് ചെയ്യും? 6-1 കൊടുക്കാണ്ട് പകുതിയും 2 പകുതി കൊടുക്കാണ്ട് ഞാൻ എന്ത് ചെയ്യണം? വളരെ സിമ്പിളല്ലേ? 2 പകുതി. ഉദാഹരണം ആരാ 2 പകുതിൻ്റെ ആൾക്കാരൊന്ന് പറഞ്ഞാട്ടെ. ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, മക്കളൊന്നും ഇല്ലെങ്കിൽ ഭർത്താവിന് പകുതി. പിന്നെ സഹോദരി ഉണ്ട്, ഒറ്റ സഹോദരി ആവും പകുതിയാണല്ലോ. വാപ്പയും മറ്റുള്ളവരൊന്നുമില്ല, ഹജ്ബ് ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ പിന്നെ സഹോദരി, അപ്പോൾ പകുതി ആക്കുക. അപ്പോൾ 2 ഒരിച്ചാൽ മതി. നോക്കൂ, ഫൈൻകാനഫിൽ മസ്അലത്തി ഫർദാനി, മസ്അലയിൽ 2 ഫർദ് ഉണ്ടെങ്കിൽ, ഫക്തർ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ ഫർദ് ഉണ്ടെങ്കിൽ, ഒരു ഫർദാവുമ്പോഴാണ് നേരത്തെ പറഞ്ഞത് 2, 3, 4, 6 എന്നൊക്കെ. മസ്അല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിൽ ഒരാൾ മരിച്ചിട്ടുള്ള അയാളെ സ്വത്ത് ഓഹരി ചെയ്യുന്ന കേസിൽ 2-2-ലധികം ആൾക്കാരുണ്ടെങ്കിൽ ഉഖ്തുഫിയ ഇൻ്റെ തമാസുലിൽ മഖ്റജൈനി, 2 മഖ്റജും തുല്യമാകുമ്പോൾ മതിയാകും. ബിഅഹദിഹിമ 2-1 മതിയാകും. മനസ്സിലായില്ലല്ലോ കേട്ടോ? കനിസ്ഫൈനി 2 പകുതിയാണ്. ഇപ്പോൾ ഈ പകുതിയുടെ മഖ്റജ് എത്ര? 2 അല്ലേ? 2 ആക്കുമ്പോഴല്ലേ സാധനം പകുതിയാലേ? അപ്പോൾ 2ഉം തുല്യമാണ്. ഭർത്താവിനും പകുതി, സഹോദരിക്കും പകുതി. അപ്പോൾ 2ഉം മഖ്റജുകൾ തുല്യമാണ്. തമാസുൽ എന്നാ പറയാം. ഞാൻ സൂചന തരികയാണ്. ഇനി പറയുന്നുണ്ട് തമാസുല്, തദാറുബ്, തദാഖുല്, തബായുന്. ഈ 4 വരിക. പല ഫർദുകളും വരുമ്പോഴേ നമ്മൾ ഓഹരി ചെയ്യേണ്ട അസ്ല് മസല കണ്ടെത്താൻ എന്ത് ചെയ്യണം? 2 എടുക്കണം. ആ 2 സംഖ്യ എടുക്കുമ്പോൾ ചിലപ്പോൾ തമാസുൽ വരും, പകുതിയും, ചിലപ്പോൾ തബായുന് വരും,
ചിലപ്പോൾ തദാഖുൽ വരും, ചിലപ്പോൾ തവാഫുഖ് വരും. ഈ 4 ബന്ധങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ മഖ്റജുകൾ കണ്ടെത്താൻ പറ്റും. 12ഉം 24ഒക്കെ. അങ്ങനെ മൊത്തം സ്വത്തിന് ചിലപ്പോൾ 12 ഓഹരി ചെയ്യുക, അല്ലെങ്കിൽ 24 ഓഹരി ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ രീതി. നോക്കൂട്ടോ. അപ്പോൾ മഖ്റജുകൾ തുല്യമാകുമ്പോൾ ഉഖ്തുഫിയ മതിയാകും, ബിഅഹദിഹിമ 2-1 മതിയാകും. നിസ്ഫൈനി പകുതിൻ്റെ മഖ്റജ് 2, മറ്റേ പകുതിന് മഖ്റജ് 2. അപ്പോൾ 2 ആക്കിയാൽ മതി. ഫി മസ്രത്ത് സൗജിൻ ബുക്തിൻ ഫഹിയ മിനസിനീനി. അപ്പോൾ അത് 2-ൽ നിന്നാണ് ഓരി എണ്ണം. മൊത്തം സ്വത്തിന് 2 ഓരിയൊക്കെ, ഓരോരി ഭർത്താവിനും ഓരോഹരി സഹോദരിക്കും. വൈന്ദ തദാഖുലിഹിമ. ഇനി 2 ഫർദുകളും പരസ്പരം പ്രവേശിക്കുന്നതാണെങ്കിൽ അപ്പോൾ ഫർദിൻ്റെ മഖ്റജ് ഏതാണ്? ബി അക്സരിഹിമ. അതിനെ വലുതാണ്, കൂടുതലുള്ളതാണ്. തദാഖുലും അക്സർ മനസ്സിലായിട്ടില്ലല്ലേ? എന്നാൽ ശ്രദ്ധിച്ചോ. സുദുസിൻ വസുദുസിൻ. 6-1 3-1. 6-1 മഖ്റജ് ഏതാ? 6. 6-1 എന്ന സാധനം ഒരു സാധനത്തിന് ഉണ്ടാകണമെങ്കിൽ അതിന് 6 ഓരിയൊക്കെ. സുലുസ് 3-1. 3-1 മഖ്റജ് ഏതാ? 3. കാരണം ഒരു സാധനത്തിന് 3 ഒരിക്കുമ്പോൾ മാത്രമാണ് 3-1 കിട്ടുക. 6-1 3-1 വാങ്ങുന്ന അവകാശികൾ ഒരാൾക്കുണ്ടായാൽ, ഉദാഹരണം മസലത്തി ഉമ്മിൻ വലദീഹ, ഉമ്മിയും ഉമ്മത്ത സഹോദരിമാരും. മരിച്ച ആളെ ഉമ്മയും പിന്നെ മരിച്ചയാളുടെ ഉമ്മയും ഉമ്മത്ത സഹോദരിമാരും. അവിടെ 2 സഹോദരിമാരാകുമ്പോൾ 3-1 പറഞ്ഞില്ലേ? ഉമ്മത്ത സഹോദരങ്ങൾക്ക് 2 ആളാണെങ്കിൽ 3-1, ഒരാളാണെങ്കിൽ 6-1 എന്നാണല്ലോ. അപ്പോൾ ഉമ്മാക്ക് 6-1, 2 മക്കൾക്ക് എത്ര? 3-1. ഇങ്ങനെ വരുമ്പോൾ ഈ 6-3 തമ്മിലുള്ള ബന്ധം തദാഖുൽ എന്നാണ് പറയാം. എന്നുവെച്ചാൽ 3-3 കൂട്ടി 6 ആവൂലേ? ഈ ചെറിയ സംഖ്യ വലിയ സംഖ്യയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ, വലിയ സംഖ്യയിൽ സമ്പൂർണ്ണമായിട്ട് ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തദാഖുൽ. ഇപ്പോൾ 2ഉം 4ഉം തദാഖുലാണ്. കാരണം 2 കൂട്ടിയാൽ 4 ആയി. 4ഉം 8ഉം 4 കൂട്ടിയാൽ 8 ആയി. 4ഉം 6ഉം അങ്ങനെയല്ലല്ലോ. 4 ഒരു 8 കൂടി കൂട്ടുമ്പോൾ 8 ആയി മാറും. അപ്പോൾ താഴെയുള്ള സംഖ്യ മുഴുവനുള്ള, മേലെയുള്ള സംഖ്യയിൽ മുഴുവനായിട്ട് മുങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് തദാഖുലാണ്. അപ്പം 3-1 6-1 എന്ന് പറയുമ്പം അതിൻ്റെ മഖ്റജ് എത്ര? 3ഉം 6ഉം അല്ലേ? 3-1 6-1. അപ്പോൾ 6ഉം 3ഉം ഇതിൻ്റെ ബന്ധം എത്രയാണ്? തദാഖുൽ എന്നാണ്. അപ്പോൾ നമ്മൾ മഖ്റജ് കണ്ടെത്തേണ്ടത്, മൊത്തം സ്വത്തിനെ ഓരിയെക്കാനുള്ള മഖ്റജ് കണ്ടെത്തേണ്ടത്, ഉത്ഭവം കണ്ടെത്തേണ്ടത് എങ്ങനെയാണ്? അക്സർ കൊണ്ടാണ്. വലിയ സംഖ്യ ഉണ്ട്. അത്ര 3 6ഉം വലിയ സംഖ്യ എത്ര അറിയില്ല? 6ആണ്. അപ്പോൾ മൊത്തം സ്വത്തിന് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. മൊത്തം സ്വത്തിന് 6 ഓഹരി ചെയ്യുക. ഇപ്പോൾ 6 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 6 ലക്ഷത്തെ 6 ഓഹരി ചെയ്യാം. എന്നിട്ട് 6-1 ഉമ്മ കൊടുക്കുക. ഉമ്മയാണല്ലോ ഉള്ളത് അല്ലേ? ഉമ്മ ഉണ്ട്. പിന്നെ ആരുള്ളത്? വലദൈഹാന, ഉമ്മത്തെ സഹോദരങ്ങൾ. അഹുല്യ ഉമ്മ എന്നതിന് പറയാം. അപ്പോൾ ഉമ്മാക്ക് 1 ലക്ഷം, ബാക്കി 3-1. ഉമ്മാക്ക് 6-1 അല്ലേ? ഉമ്മാക്ക് 6-1 ശരി. പിന്നെ ഓൽക്കോ 3-1. എത്ര? 6ൻ്റെ 3-1 എത്ര? 6ൻ്റെ 3-1 എത്രയാണ്? 6ൻ്റെ 3-1 പറഞ്ഞാൽ എത്ര അറിയില്ലേ? 6ന് 3 ഓരി ചെയ്താൽ ഒരു ഓരി എത്രയാണ്? 6ന് 3 ഓരി ചെയ്താൽ 2ഉം 2ഉം 2. അപ്പോൾ 2. അപ്പോൾ 2 ലക്ഷം ഉറുപ്പ്യ ഉമ്മത്തെ സഹോദരങ്ങൾക്ക്. ബാക്കി 3 ലക്ഷം ഉണ്ട്. നമുക്ക് വേറെ കൊടുക്കാം. അസുബക്കാരൊക്കെ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞേ, അവർ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തിരിഞ്ഞോ? തദാഖുൽ ചെറിയ സംഖ്യ വലിയ സംഖ്യയിൽ നശിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 6 4 8 2 4 6 12, അതേപോലെ 3 9, അതൊക്കെ ഇപ്പോൾ തദാഖുലല്ലേ? 3 3 6 നേരെ ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഫുള്ളായിട്ട് അതിലകപ്പെടുന്നുണ്ടെങ്കിൽ അതിന് തദാഖുൽ. അപ്പം വലിയ സംഖ്യ എടുത്തിട്ടാണ് ഓർ ചെയ്യേണ്ടത്. അഹുല്യ അബവൈനി ഔലിയാബീൻ. പിന്നെ ആരുണ്ട്? ഉമ്മ ഉണ്ട്, ഉമ്മത്തെ 2 സഹോദരങ്ങളുണ്ട്. വാഹുല്യ അബവൈനി, വാപ്പിമ്മത്തെ സഹോദരനുണ്ട്. ഔലിയാബീൻ അല്ലെങ്കിൽ വാപ്പത്തെ സഹോദരൻ.
അപ്പോൾ എന്ത് ചെയ്യുക, 6ൽ നിന്ന് ഓരിയേക്കുക. ഇങ്ങോട്ട് ഉമ്മാക്ക് 1 ലക്ഷം, 6 ലക്ഷമാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെയാണെങ്കിൽ 6 ലക്ഷത്തിന് 6 ഓരിയേക്കാൻ സുഖമാണ്. 25 ലക്ഷം ആണെങ്കിൽ 6 ഓരിച്ചാൽ മതി, 6 കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ 1 ലക്ഷം ഉമ്മാക്ക്, 2 ലക്ഷം ഉമ്മത്തെ സഹോദരങ്ങൾ, പിന്നെ 3 ലക്ഷം ബാക്കിയുണ്ട്. അത് വാപ്പിമ്മത്തെ സഹോദരനും. അസബയാണല്ലോ. അസബ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എടുക്കുന്ന ആളെന്നല്ലേ. അസബ മറക്കണ്ട. ഇനി നോക്കൂ, വഖദാ യുക്തഫാഫി സൗജത്തിൻ ബാബവൈനി, ഭാര്യയും മാതാപിതാക്കളും ഉണ്ട്. ഒരാൾ മരിച്ചപ്പോൾ ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്. എത്ര ഭാര്യ കിട്ടുക? മക്കളൊന്നും പറഞ്ഞില്ല ഇവിടെ. 4 കിട്ടും. മാതാപിതാക്കൾക്കോ ഉമ്മാക്ക് 6 കിട്ടും അല്ലേ? ഉമ്മാക്ക് 6 കിട്ടും. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? വാപ്പാക്ക് ബാക്കി 4-1 മഖ്റജ് 4 അബവൈനി, ഉമ്മാക്ക് 6-1. അപ്പോൾ 4-6 തവാഫുഖാണ്, തദാഖുലാണ്. അപ്പോൾ 6 വരിക്കുക, 6 വരിക്കുക. 6 1 ലക്ഷം റുപ്യ ഉമ്മാക്ക്. ഭാര്യക്കോ? ഭാര്യക്ക് 4-1 അല്ലേ? ആ, ഭാര്യക്ക് 4-1 കൊടുക്കുക. ആ, അവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സുലുസുൽ ബാക്കിയുള്ളതിൻ്റെ 3-1 കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ 6 തന്നെ ചെയ്താൽ മതി എന്നാണ് പറയണത്. മാതാപിതാക്കളും ബാപ്പിയും ഒരുമിച്ച് കൂടുന്നിടത്ത് ഉമ്മാക്ക് എത്രേ കിട്ടുള്ളൂ? ഭാര്യയ്ക്ക് കൊടുത്തതിൻ്റെ ബാക്കിയേ കിട്ടുള്ളൂ, 3-1 കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് 3-1 ശരിക്കും വേണ്ടത്. പിന്നെ ഒരു കേസിലേ പാപ്പിമ്മയുണ്ട്, ഭാര്യ ഉണ്ടെങ്കിൽ അടപ്പം ഉമ്മാക്ക് 3-1 കിട്ടുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ 6-1 കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഭാര്യയ്ക്കുള്ളത് മൊത്തം 4 ഓരി വെക്കും. എന്നിട്ടെന്ത് ചെയ്യും? 1 ഭാര്യയ്ക്ക് കൊടുക്കും, ബാക്കി 3 ഉണ്ട്. 1 ബാക്കിയുള്ളതിൻ്റെ 3-1, ബാക്കിയുള്ള 3 അല്ലേ, അതിൽ 1 ഉമ്മാക്ക് കൊടുക്കും, ബാക്കി 2 വാപ്പാക്ക് കൊടുക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തവാഫുക്കാകുമ്പോഴോ വൈന്ദ തവാഫുഖീമ, 2 സംഖ്യയും പരസ്പരം വഫ്ക്കുകളാകുമ്പോൾ, വഫ്ക്ക് ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബി മദ്റൂബി വഫ്ഖി അഹദിഹിമ, 2-1 വഫ്ക്കിനെ ഗുണിക്കുക, ഫിൽ ആഖിരി മറ്റേ സംഖ്യയിൽ. 1 വഫ്ക്കിനെ മറ്റേ സംഖ്യയിൽ ഗുണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കടലാസിൽ എഴുതുക സുദുസിം വസുമനിൻ, 6-1 8-1. ആരൊക്കെയുള്ളത്? എഴുതിക്കോളും ആൾക്കാരുടെ പേര്. 1 ഉമ്മ, 2 സൗജത്ത് ഭാര്യ, 3 ഇബ്ന് മകൻ അല്ലേ? എത്രയാണ്ടത് വെക്ക്? ഉമ്മക്ക് എത്ര ഉണ്ടാവുക? ഉമ്മ, സൗജത്ത്, ഇബിന്. എത്ര ഉണ്ടാവുക ഉമ്മാക്ക്? മയ്യത്തിന് മക്കളുണ്ടാകും. ഉമ്മാക്ക് എത്ര കിട്ടുക? 6-1 നെയ്ത്. സൗജത്തിന് എത്ര കിട്ടുക മക്കളുണ്ടായതുകൊണ്ട്? 8-1. ഇബിന് സ്വത്ത് അസബക്കാരനാണല്ലോ, ഫർദിൻ്റെ ആൾക്കാർക്ക് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കിട്ടുന്ന ആളാണ്. ഉമ്മാക്ക് 6-1 കിട്ടുക, മയ്യത്തിന് മക്കളുണ്ടാകും 6-1. ഭാര്യക്കും 8-1 കിട്ടുള്ളൂ, കാരണം മക്കളുണ്ട്, ഒരു മകനുണ്ട്. ഈ 6-1 മഖ്റജ് എത്ര? അപ്പുറത്ത് എഴുതി 6. 8-1 മഖ്റജ് എത്ര? 8. നമുക്കറിയാലോ 3-1 മഖ്റജ് 3, 4-1 മഖ്റജ് 4 എന്നൊക്കെ. ഈ 6ഉം 8ഉം തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരാണ് തവാഫുഖ്. ഏത്? തവാഫുഖ്. അപ്പം ഒരു ചോദ്യം, തവാഫുഖിനാണ് എന്താണ്? തവാഫുഖ് എന്ന് പറഞ്ഞാൽ 6ഉം 8ഉം തമ്മിലുള്ള ബന്ധം 6ഉം 6ഉം 12ആണ്. അത് നേരത്തെ മാതിരി തദാഖുലാകൂല, പൂർണ്ണമായിട്ട് അതിൽ ഉൾക്കൊള്ളുന്നില്ല. 6 എന്നുള്ളത് വലിയ സംഖ്യയിൽ ഉൾക്കൊള്ളുന്നില്ല. മൂന്നാമത്തെ ഒരു സംഖ്യ കൊണ്ട് എന്ത് ചെയ്യാണ്? മൂന്നാമത്തെ ഒരു സംഖ്യ ഈ 2 സംഖ്യയെയും മുഴുവനായി എണ്ണി തീർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വഫ്ഖ്. ഇവിടെ ഏതാ മൂന്നാമത്തെ സംഖ്യ? 6നെയും 8നെയും ഒരേക്കുന്നത്? ഒന്നും കൂട്ടില്ല കേട്ടോ, 2ആണ്. കാരണം 2 2 2 2 6, 2 2 2 2 2 8. 3 അല്ല, കാരണം 3 6ന് എണ്ണി തീർക്കുന്നുണ്ട്, പക്ഷേ 8ന് എണ്ണി തീർക്കില്ല. 3 3 9 വരും. 4 അതുമല്ല. അപ്പോൾ ഇവിടെ വഫ്ഖ്
പകുതിയാണ്. 2 എന്നതാണ്. 2ൻ്റെ പേര് 2 എന്നുള്ളത് ശരിക്കും നിസ്ഫാണല്ലോ അല്ലേ? ഒരു സാധനത്തിനെ 2 ആക്കുമ്പോഴാണല്ലോ പകുതിയും പകുതിയാകുക. അപ്പോൾ ഇനി അസ്ലു മഖ്റജ് എങ്ങനെ കണ്ടെത്തുക? മസല 8ഉം 1ഉം 6-1 ഫറായിദിൽ വരുമ്പോൾ ഈ 8ൻ്റെ പകുതി നമ്മൾ പറഞ്ഞില്ലേ, പകുതി ഇവിടെ ഏതാണ്? 2ആണ് വഫ്ക്ക്. ഈ 2 എന്നുള്ള വഫ്ക്ക് പകുതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 3 കൊണ്ടാണ് എണ്ണി തീർക്കാൻ പറ്റുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ 3-1 എടുക്കുക, വഫ്ക്കായിട്ട് 3-1. ഇവിടെ പകുതിയാണ്, അപ്പോൾ 8ൻ്റെ പകുതി 6-ൽ ഗുണിക്കുക. അപ്പോൾ എത്രയായി? 24. അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടും പറ്റും, 6ൻ്റെ പകുതി 8-ൽ ഗുണിക്കുക. 6ൻ്റെ പകുതി എത്രയാണ്? 3. 3 × 24, അപ്പോൾ 24 കിട്ടുക. ഈ 24 അങ്ങ് ഓരിച്ചു കൊടുത്താൽ വളരെ ക്ലിയറായി കയറും. കസുദുസിൻ ബസുമിൻ 6-1 8-1 പോലെ. ഫി മസലത്തി ഉമ്മിൻ ബസൗജത്തിൻ വബിനി വഹിയമിൻ 24 അസുൽ മസല. അസുൽ മസല 8 മഖറജ് അല്ലെങ്കിൽ അസുൽ മസല 24. അങ്ങനെ കിട്ടി. ഹാസിൽ ദർബി വഫ്ഖി ഹദിഹിമ, രണ്ടാലൊരു സംഖ്യയുടെ വഫ്ക്കിനെ ഗുണിച്ചു. ദർബ് എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നല്ല, ഗുണിക്കുക. അത്ര 6ൻ്റെ പകുതി അല്ലെങ്കിൽ 8ൻ്റെ പകുതി. എവിടെ ഗുണിക്കുക? ഫിൽ ആഖിരി, മറ്റേ സംഖ്യയിൽ ഗുണിക്കുക. അപ്പോൾ 6-നെയും 8-നെയും എണ്ണി തീർക്കുന്ന സംഖ്യ 2 ആയതുകൊണ്ട്, 2 എന്ന് പകുതിയുടെ സിമ്പലായതുകൊണ്ട്, പകുതിയുടെ ഉത്ഭവമായതുകൊണ്ട് 8ൻ്റെ പകുതി 6-ലോ 6ൻ്റെ പകുതി 8-ലോ ഗുണിക്കുക. നിങ്ങൾ ഈ മസാല ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വെക്കുക. നിങ്ങൾ ഒരു മസാല ഓരി വെക്കുമ്പോൾ അതിൽ 8-1 6-1 വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? 24 ഓരിച്ചാൽ മതി. 24 ഓരിയാക്കുക മൊത്തം സ്വത്തിനെ. അപ്പോൾ മൊത്തം സ്വത്തിനെ കാൽക്കുലേറ്റർ എടുത്ത് 24 കൊണ്ടായിരിക്കാം. ശരി, അപ്പോൾ 24 ഓരിയാക്കുക. ശ്രദ്ധിച്ചോട്ടാ, ഉമ്മാക്ക് എത്ര? 6-1. 24ൻ്റെ 6-1 എത്രയാണ്? 24ൻ്റെ 6-1 എത്രയാണ്? 24-ന് 6 ഓഹരി ചെയ്താൽ ഒരു ഓഹരി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 4, 8, 12, 16, 20, 24 അല്ലേ? 4ആണ്. അപ്പോൾ 24-ൽ നിന്ന് 4 ഓഹരി ആർക്കുണ്ടാകും? ഉമ്മാക്കുണ്ടാകും. ഉമ്മാൻ്റെ നേരെ 4 എഴുതുക. അപ്പോൾ മൊത്തം സ്വത്ത് 1 കോടി റുപ്യയാണെങ്കിൽ 24 കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക. എന്നിട്ട് ആ കിട്ടണ 24 ഓഹരി ചെയ്തിട്ട് അതിൽ നിന്ന് 4 ഓഹരി ഉമ്മാക്ക് കൊടുക്കുക. പിന്നെ ഭാര്യയ്ക്ക് 8-1 24ൻ്റെ 8-1 എത്രയാണ്? 24-ന് 8 ഓഹരി ചെയ്താൽ ഒരു ഓഹരി എത്രയാണ്? 3ആണ്. അപ്പോൾ 3 ആർക്ക് കൊടുത്തു? ഭാര്യയ്ക്ക് കൊടുത്തു. മൊത്തം 3 ഓഹരി ഭാര്യയ്ക്ക് കൊടുത്തു. ഒരു ഓഹരി തന്നെ ചിലപ്പോൾ എന്തുണ്ടാവും? 4 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ 4 ഓഹരി അല്ലെങ്കിൽ 3 ഓഹരി. ബാക്കി എത്ര ഉണ്ട്? 4, 3, 7. 7 കഴിച്ചിട്ട് ബാക്കി 17 ആർക്കാണ്? 17 ഓഹരി ആർക്കാണ്? മകനും കിട്ടും. സംഭവം 24 പൂർത്തിയായില്ലേ? 17, 3, 4. ഉമ്മൻ്റെ നേരെ 4 എഴുതുക, സൗജത്തിൻ്റെ നേരെ 3 എഴുതുക, ഇബിൻ്റെ നേരെ 17 എഴുതുക, ഇബിനിൻ്റെ നേരെ 17 എഴുതുക. അപ്പോൾ 24 ശരിയായി. അപ്പോൾ നിങ്ങൾ മൊത്തം സ്വത്തിനെ വിലക്കെട്ടുക. അങ്ങനെ മൊത്തം സ്വത്തിനെ വിലക്കെട്ടിയപ്പോൾ 24 ലക്ഷം റുപ്യ ഉണ്ടെന്ന് കൂട്ടിക്കോളും. ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ചിലപ്പോൾ 28 ആയിരിക്കും, ചിലപ്പോൾ 35 ആയിരിക്കും. അപ്പോൾ 24 ലക്ഷം ഉണ്ടെങ്കിൽ 24ൻ്റെ മൊത്തം 24 ലക്ഷം ഉണ്ടെങ്കിൽ 24 ഓഹരി ചെയ്യാം. എന്നിട്ട് 4 ഓഹരി ആർക്ക് കൊടുക്കുക? ഉമ്മാക്ക് കൊടുക്കുക. അതായത് 4 ലക്ഷം റുപ്യ എന്നർത്ഥം. 3 ലക്ഷം റുപ്യ ഭാര്യയ്ക്ക് കൊടുക്കുക, 17 ലക്ഷം റുപ്യ മകനും കൊടുക്കുക. ഇനി 10 ലക്ഷം ആണെങ്കിലും 12 ലക്ഷം ആണെങ്കിലും അങ്ങനെ തന്നെ 12 ലക്ഷത്തെ ഹരിക്കണം, 24 കൊണ്ട് ഹരിക്കുക. അപ്പോൾ അത്ര കിട്ടും 1/2 ലക്ഷം കിട്ടും. അപ്പോൾ 1/2 ലക്ഷം, 4 1/2 ലക്ഷം. അപ്പോൾ 2 ലക്ഷം റുപ്യ ഉമ്മാക്ക് കൊടുക്കുക. 3 1/2 ലക്ഷം, 1.5 ലക്ഷം റുപ്യ ആർക്ക് കൊടുക്കുക? ഭാര്യയ്ക്ക് കൊടുക്കുക. ബാക്കിയുള്ളത് ആർക്കും കൊടുക്കുക? മകനും കൊടുക്കുക. ഇതാണ് രീതി. ഇനി തബായിനാണെങ്കിലോ, പരസ്പരം വൈരുദ്ധ്യ സംഖ്യകളാണെങ്കിലോ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് പറയാം. എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ തല ചുറ്റി വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇനി ഒരു എളുപ്പത്തിന് വേണ്ടി പറയാം. 3-1 6-1 ഒരു സംഗതിയിൽ വരികയാണെങ്കിൽ 6-ന്ന് ഓരി ചെയ്താൽ മതി. 6-1 8-1 ഒരു സംഖ്യയിൽ വരികയാണെങ്കിൽ, എനിക്ക്
അപ്പം 24 നോവൽ ചെയ്താൽ മതി എന്നൊക്കെ അപ്പോൾ നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ, ഇൽമ എളുപ്പമാക്കി തരട്ടെ. നല്ല അധ്വാനം വേണ്ടി വരും ഇതിനൊക്കെ. ഇൽമ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അധ്വാനിക്കണമല്ലോ. അധ്വാനിക്കണമെങ്കിൽ അള്ളാഹു പ്രതിഫലം തരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.